കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഗോവ നിൽക്കുമ്പോൾ നമുക്കറിയാം പള്ളികളും ബീച്ചുകളും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന വേറൊരു സംഭവമാണ് കോട്ടകൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി കോട്ടകളുണ്ട്. അതിൽ അഗോഡ ഫോർട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അഗോഡ ഫോർട്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തു, ടിക്കറ്റെല്ലാം എടുത്തു. അപ്പം നമ്മുടെ ചാനലിലേക്ക് അഗോഡ ഫോർട്ടിലെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഒന്നുകിൽ രാവിലെ വരാം അല്ലെങ്കിൽ വൈകിട്ട് വരാം. ഉച്ച സമയത്തൊക്കെ ഭയങ്കര വെയിലാണ്, നല്ല ചൂടുമുണ്ട്. പിള്ളേരെയും കൊണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടയേർഡാകും കേട്ടോ, ഒത്തിരി നടക്കാനും ഉണ്ടല്ലോ. അപ്പം ഇവിടുത്തെ ടൈമിംഗ് പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം കേട്ടോ. അപ്പോൾ അഗോഡ എന്ന വാക്കിനർത്ഥം തന്നെ വാട്ടറിങ് എന്നാണ് പോർച്ചുഗീസ് ലാംഗ്വേജിൽ അഗോഡ എന്ന വാക്കിനർത്ഥം. അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള കൂടുതൽ കൺസ്ട്രക്ഷനും ഗോവയിലെ മിക്ക കൺസ്ട്രക്ഷനും ചെയ്തിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അവർ തന്നെ ഒരു 17th സെഞ്ച്വറിയിൽ നിർമ്മിച്ചൊരു കോട്ടയാണ് അഗോഡ ഫോർട്ട്. അപ്പം ഇതിന് ചുറ്റും നിറയെ വെള്ളത്തിനുള്ള സോഴ്സുകൾ ഇവർക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ അഗോഡ എന്ന പേരാണ് ഇതിനിട്ടത്. അഗോഡ എന്ന വാക്കിനർത്ഥം പോർച്ചുഗീസിൽ വാട്ടറിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അഗോഡ ഫോർട്ട് എന്ന് ഇതിന് പേര് വന്നത്. അപ്പം ഈ ഒരു ഫോർട്ടിൽ കാഴ്ചകളിലേക്ക് നമുക്ക് കയറാം. നമ്മൾ കയറുന്ന മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തോട്ട് വന്നു കഴിയുമ്പം അവിടെ ഒരു നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ആ പുള്ളി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർട്ടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാവുന്നതാണ്. അപ്സ്റ്റെയർ കയറി മേളിലോട്ട് പോകാൻ ഡയറക്റ്റ് നമുക്ക് മേളിലോട്ട് തന്നെ കയറാം, ഇല്ലെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ പോയി സൈഡിലെ കാഴ്ചകൾ കണ്ട് പതുക്കെ മേളിലോട്ട് കയറാം. ഒരു സൈഡിൽ കൂടെ പോയി ഒരു സൈഡിൽ കൂടെ ഇറങ്ങി വരികയും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും പതുക്കെ സ്റ്റെപ്പ് കയറാതെ സ്ലോപ്പിൽ കൂടെ തന്നെ പതുക്കെ ഒന്ന് കയറാമെന്ന് കണ്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അകത്തോട്ട് വരുമ്പോൾ നല്ല ക്രൗഡഡ് ആണ്. ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. വെയിലും നല്ല ചൂടും ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ മെയിനായിട്ട് പോർച്ചുഗീസുകാർ ഈ ഫോർട്ട് ഇവിടെ നിർമ്മിക്കാൻ കാരണം ഡച്ചുകാരിൽ നിന്നുള്ളൊരു ഡിഫൻസിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. പിന്നെ അവരുടെ ഷിപ്പ് ഇതുവഴി പോകുന്നത് അറേബ്യൻ സീയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഫോർട്ട്. അതുപോലെ തന്നെ സിംഗൂരം ബീച്ചിലാണ് ഈ ഫോർട്ടിന് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കണ്ടോളിം ബീച്ചിൻ്റെ സൗത്തായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ ബീച്ചുകളുടെയൊക്കെ, അതായത് അറേബ്യൻ സീയുടെ അടുത്ത് തന്നെ ഈ ഫോർട്ട് ആയതുകൊണ്ട് ഇതിലുള്ള ഷിപ്പ് പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ, ക്രൂസ് കപ്പലുകൾ പോകുമ്പം അവർക്ക് വാട്ടറിങ് പർപ്പസിന് വേണ്ടി അവർക്ക് വെള്ളം റീഫിൽ ചെയ്യാനും അവർക്കുള്ള ഒരു റെസ്റ്റിംഗ് കേന്ദ്രം എന്ന രീതിയിലും കൂടെ ആയിട്ടാണ് ഈ ഫോർട്ട് നിർമ്മിച്ചത്. അപ്പം മെയിനായിട്ട് ഈ ഫോർട്ടിന് 2 പാർട്ടാണ് ഉള്ളത്, അപ്പർ പാർട്ടും ലോവർ പാർട്ടും. അതിൽ അപ്പർ പാർട്ട് നിങ്ങൾ കാണുന്ന വൈറ്റ് ബിൽഡിങ് ടാങ്കാണ്. അപ്പോൾ അതിൽ വെള്ളം ഇതിൽ സംഭരിച്ചിരുന്ന ഒരു ടാങ്കായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ലൈറ്റ് ഹൗസ് ഉണ്ട്, ജയിലും ഉണ്ട്. അപ്പം ഡിഫൻസിനോടൊപ്പം തന്നെ ഇവിടെ കുറ്റവാളികളെ ഇടാനുള്ള ജയിലും ഈ ഫോർട്ടിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പ്രതിവാറ അല്ലെങ്കിൽ അതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ എസ്കേപ്പ് ആകാനുള്ള സീക്രട്ട് പാസേജും ഈ ഫോർട്ടിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫോർട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ കോട്ട സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൻ്റെ അടുത്തും പിന്നെ അതുപോലെ മണ്ടോവി റിവറിൻ്റെ മൗത്തിൽ നിന്ന് വേണം പറയാം. അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇത് നിർമ്മിച്ച സമയത്ത്, അതായത് 17th സെഞ്ച്വറിയിൽ ആ സമയങ്ങളിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു കോട്ടയും കൂടെ ആയിരുന്നു ഇത്. അങ്ങനെയും കൂടി ഇതിനൊരു ചരിത്രമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സലാസാറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സമയത്താണ് കൂടുതൽ ഇത് പ്രിസൺ അല്ലാതെ ജയിലായിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അറേബ്യൻ കടൽ, അതിൽ കൂടെ ബോട്ടിങ്, പിന്നെ ഒരു മലയുടെ സൈഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു മനോഹരതയുണ്ട്.
കോട്ടയുടെ മേളിൽ നിന്ന് നോക്കിയാൽ കൂടുതലും കാണുന്നത് അറേബ്യൻ സീ തന്നെയാണ്. അറേബ്യൻ സീ കൂടെ സിംഗൂരം ബീച്ചാണ് ഇതിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ആ ബീച്ചിലൂടെ ഒത്തിരി ആൾക്കാർ ബോട്ടിങ്ങിന് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് ഫോട്ടോയെല്ലാം ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ഒരു സൈഡിൽ നോക്കി നമ്മൾ കയറി വന്ന ഫ്രണ്ട് പാസേജും ടിക്കറ്റ് കൗണ്ടറും അതൊക്കെയാണ് കാണാൻ സാധിക്കുക. വെയിലും നല്ല ചൂടുണ്ടെങ്കിൽ പോലും നന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം എല്ലാ കാഴ്ചകളും കണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് കയറി വരുമ്പോൾ കണ്ട അപ്സ്റ്റെയർ വഴിയാണ്. അപ്പോൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകൾ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഗോവയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.